ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ പാകിസ്ഥാനിൽ അമേരിക്ക ഇപ്പൊ പാകിസ്ഥാന്റെ വലിയ സാമന്ത രാജ്യമാണല്ലോ. ട്രംപിന് പാകിസ്ഥാനിൽ സ്വാർത്ഥമായിട്ടുള്ള പല താല്പര്യങ്ങളും ഉണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള സള്ളിവൻ വരെ പറഞ്ഞിട്ടുണ്ട്. ട്രംപാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയത്. അത് പാകിസ്ഥാനിൽ ട്രംപിനുള്ള സ്വാർത്ഥ താല്പര്യത്തിന്റെ മേലാണ്. ട്രംപിന്റെ കുടുംബത്തിനും അവിടെ പല നീക്കുപോക്കുകളും നടക്കുന്നുണ്ട്, നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴി വലിയ കമ്പനീസിലൊക്കെ അവിടെ വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അത് ഭാഗികമായിട്ട് ശരിയാണ്. ഇപ്പോഴിതാ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പാകിസ്ഥാനിൽ നൂർഖാൻ വിമാനത്താവളം, ഈ നൂർഖാൻ വിമാനത്താവളം നമ്മൾ തകർത്തൊരു വിമാനത്താവളമാണ്, എയർബേസ് ആണ്. 11 വിമാനത്താവളങ്ങൾ തകർത്തതിൽ നൂർഖാനും ഉണ്ട്. അപ്പോൾ ആ വിമാനത്താവളത്തിൽ അമേരിക്ക ഒരു സൈനിക നീക്കം നടത്തുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്തിനാണ് അമേരിക്ക ഈ സൈനിക നീക്കം അവിടെ നടത്തുന്നത്? ഇന്ത്യയെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണോ ഈ സൈനിക നീക്കം? ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ പ്രേക്ഷകർ ഇത് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും, പല ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായി. പിന്നീട് കിഴക്കൻ ബംഗ്ലാദേശും കിഴക്കൻ പാകിസ്ഥാന്റെ ഒരു പാകിസ്ഥാനോട്ട് വിഭജനം ഉണ്ടായപ്പോൾ കിഴക്കൻ പാകിസ്ഥാനുമായി ഇപ്പുറത്ത് നമ്മളിപ്പോൾ കാണുന്ന പാകിസ്ഥാൻ ഉണ്ടായി. പിന്നീടാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയത്. ഇത് കുറച്ചുകൂടെ ഡീപ്പിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും റഷ്യ അമേരിക്കയുടെ വലിയൊരു ശത്രുവാണ്. അതുകൊണ്ട് റഷ്യയെ നിരീക്ഷിക്കാനായി പല ഭാഗത്തു നിന്ന് ഇവർക്ക്, ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരു നിരീക്ഷണ സംവിധാനം ഇവരുടേതായിട്ടുള്ള സെറ്റ് ചെയ്യാനായിട്ട് ഓരോ രാജ്യങ്ങൾ വേണം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇപ്പോഴുള്ള പാകിസ്ഥാനിൽ നിന്നും റഷ്യയെ വീക്ഷിക്കാനും പറ്റുമെങ്കിൽ റഷ്യയെ ആക്രമിക്കാനും ഉതകുന്ന രണ്ട് രാജ്യങ്ങളാക്കി ഇതിനെ മാറ്റാനാണ് നമ്മുടെ വിഭജനം നടത്തിയത്. പക്ഷെ നമ്മളെല്ലാവരും പുറമേ കാണുന്നത് ബ്രിട്ടീഷുകാർ പോയപ്പോൾ വിഭജിച്ചിട്ട് പോയി എന്നാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ആംഗിൾ കൂടെ ഉണ്ട് എന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും വളരെ ആധികാരികമായിട്ട് കേൾക്കുന്നു. നമുക്ക് വായിച്ചാൽ ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുകയും ചെയ്യാം. എല്ലാത്തിന്റെ പിന്നിലും അമേരിക്കയുടെ കൂടെ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോ പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ഒരു കാര്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം റഷ്യയെ നിരീക്ഷിക്കാനാണോ, ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു അപകട സൂചനയാണോ ഇത്? അല്ലെങ്കിൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമായപ്പോൾ അതിന് തുരങ്കം വയ്ക്കാനുള്ള എന്തെങ്കിലും അമേരിക്കയുടെ ഗൂഢമായിട്ടുള്ള പദ്ധതികളാണോ അവിടെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു, എന്റെ മിഷൻ സക്സസ് ആയി, കാരണം ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ചൈനയുടെ പിടിയിലായി ഇപ്പോൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് ട്രംപ് മാറ്റി പറഞ്ഞു. ട്രംപ് പറയുന്നത് അങ്ങനെയല്ല, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്താണ്. നരേന്ദ്രമോദിയെ പോലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ കരിയറിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ നിങ്ങളെ കയ്യിൽ നിന്ന് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ എതിർത്തത്, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ട്രംപ് അപ്പുറത്ത് യൂറോപ്പിനെ നോക്കി പറഞ്ഞിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ നിങ്ങളല്ല, യവനാണ് പ്രശ്നം, യൂറോപ്പ്. യവനാണ് അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ മേടിക്കുന്നത്. ഇനി നിങ്ങളല്ല എന്റെ ശത്രു, ഇനി യവനാണ് ഞങ്ങളുടെ ശത്രു. അപ്പൊ നരേന്ദ്രമോദി അതിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. സമാനമായിട്ടുള്ള രീതി വളരെ സോഫ്റ്റ് ആയിട്ടാണ്. അറിയാലോ മോദി എങ്ങനെയാണ്, ഒരു ഇങ്ങോട്ട് ഏത് നാണയത്തിലാണോ അതേ നാണയത്തിലാണ് മോദി തിരിച്ചു മറുപടി കൊടുക്കുന്നത്. മോദി പറഞ്ഞു, അയ്യോ അത് നമുക്കറിയാം, എങ്കിലും പറ്റിപ്പോയി, എന്ത് ചെയ്യാ, ചൈനയായിട്ട് ഇപ്പോൾ ഒരു ടൈപ്പിലായില്ലേ, ഇനിയിപ്പോ അത് മുന്നോട്ട് പോട്ടെ, നിങ്ങളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കാം, കുഴപ്പമില്ല എന്ന് നരേന്ദ്രമോദി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നത്. എന്തിനാണ് ഇപ്പോൾ അവിടെ ഒരു സൈനിക നീക്കം അവർ നടത്തുന്നത്? എന്ത് സൈനിക നീക്കമാണ് അവരവിടെ നടത്തുന്നത്? നടക്കുന്നുണ്ട്. നേപ്പാളിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക ഒരു വലിയ നീക്കം നമ്മുടെ കിഴക്കൻ അതിർത്തിയിൽ കൂടെ നടക്കുന്നു. ലിംബു ലേക്കിൽ ഒരു വലിയ നീക്കം നടക്കും. ലിംബു ലേക്കിൽ ഒരു വലിയ നീക്കം അവർ നടത്തുന്നുണ്ട്. ഈ രണ്ട് വാർത്തകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ കിഴക്കൻ ഏഷ്യയെ സംബന്ധിച്ച് ഒരു നിർണായകമായ റോളിലേക്ക് ഇപ്പൊ അമേരിക്ക വരികയാണ്. ധനുഷ് നേരെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിനെ വിഭജിക്കുന്ന സമയത്ത് അവർക്കൊരു അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു അമേരിക്കയ്ക്ക് കിട്ടിയത്. കാരണം സ്വാഭാവികമാണ്, ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ ഈ പാകിസ്ഥാന്റെ തന്നെ ഭാഗമായ ഒരു കിഴക്കൻ പാകിസ്ഥാൻ അത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം വരും. അതായത് രണ്ട് സ്ഥലത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇവര്. അതായത് ഒന്ന് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഒന്ന് നേരെ കിഴക്ക് ഭാഗത്ത്. അങ്ങനെ ഒരിക്കലും ഒരു വിഭജനം ലോകത്തെങ്ങും നടന്നിട്ടില്ല. സംഭവം ഒരു രാജ്യത്തെ വിഭജിച്ചു പോകുക എന്നുള്ളത്, ഇത് രണ്ടും രണ്ടായിട്ട് വിഭജിച്ചവർ നിർത്തിക്കൊണ്ട് അത് ഇന്ത്യയെ നിരീക്ഷിക്കുക എന്നുള്ളത്. കാരണം അന്ന് ഇന്ത്യ ഒരു ശക്തി ഒന്നും ആയിരുന്നില്ല, റഷ്യയെ തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ
എന്നാൽ അതിനെക്കുറിച്ച് 1971 അതെല്ലാം പാടെ മാറി മറിയുകയും യുദ്ധത്തിലേക്ക് പോവുകയും ഒടുവിൽ ആ യുദ്ധത്തില് ബംഗ്ലാദേശ് രൂപപ്പെടുകയും ചെയ്തു. അതിനുശേഷം ബംഗ്ലാദേശിൽ വലിയ റോളൊന്നും അമേരിക്കയ്ക്ക് കിട്ടിയിരുന്നില്ല. കാരണം ആ യുദ്ധത്തിൽ അവരെ സഹായിച്ചത് ഇന്ത്യ റഷ്യയും ഒക്കെ ആയിരുന്നുകൊണ്ട് വലിയ റോളൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് വീണ്ടും യുഎസിനെ പിടിച്ചുകൊണ്ട് വീണ്ടും അവിടെയൊക്കെ ചില താവളങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം ഇപ്പോഴും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയും ചൈനയുമാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പാകിസ്ഥാൻ അവരുടെ എക്കാലത്തെയും ഒരു വിശ്വസ്ത പങ്കാളിയാണ്. പാകിസ്ഥാൻ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. പിന്നീട് അവർ നോക്കുന്നത് നേപ്പാളായിരുന്നു. നേപ്പാളിൽ ഈ അടുത്ത സമയത്ത് നേപ്പാൾ ഇന്ത്യയുമായിട്ട് ഉരസലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അവിടുത്തെ ഭരണാധികാരി രാജാവ് തന്നെ രംഗത്ത് വരുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം, രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ ജനിച്ചത് നേപ്പാളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കി. അത് പിന്നെ ഇന്ത്യ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, കാരണം പുള്ളി ഇടയ്ക്ക് പറയുന്നതുകൊണ്ട്. അതിനുശേഷം വന്ന ഒരു വിവാദപരമായ സാധനം, ഈ ലിംബു ലേക്ക് കാലാപാനി ഉൾപ്പെടെയുള്ള അരുണാചൽ പ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന, ഉത്തരാഖണ്ഡിനോടുമൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഒരു ബോർഡറാണ് ഈ പറയുന്ന ഭാഗം. 80 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ്. ഇതുവഴി നമുക്കൊരു റൂട്ടുണ്ട്. അതാണ് നമ്മൾ ചൈനയിൽ നിന്ന് ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന റൂട്ട്. 54 തുടങ്ങിയ ഗതാഗതം, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഗതാഗതം കൊണ്ടിരുന്നത്. അന്നൊന്നുമില്ലാത്തൊരു വിവാദമാണ് ഇപ്പോൾ നേപ്പാൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. കുത്തിപ്പൊക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ ഇനി ഇറങ്ങാൻ പോകുന്ന 100 രൂപ നോട്ടിൽ, നേപ്പാളിന്റെ 100 രൂപ നോട്ടിൽ ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു മാപ്പ് ആ നോട്ടിൽ അച്ചടിച്ചിറക്കാനാണ് നേപ്പാളിന്റെ തീരുമാനം. രണ്ടാമത്തെ അവർ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പ് ഉണ്ടാക്കി അവരുടെ രാജ്യത്ത്. ഇതും അവരുടെ പ്രദേശമായിട്ട് കാണിച്ചുകൊണ്ടാണ് അവർ മാപ്പ് ഉണ്ടാക്കിയത്. ഇതെന്താണ് ഇതിന്റെ പിന്നിൽ ഇത്ര പെട്ടെന്ന് നേപ്പാൾ ഇങ്ങനെ മലക്കം പറയുന്നത് ചോദിച്ചാൽ, ഈ US എയ്ഡ് ഫണ്ട് ഉണ്ട്. അതായത് ഓരോ രാജ്യങ്ങൾക്കും US നൽകുന്ന കൃഷി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഒക്കെ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡോളർ ഫണ്ടാണത്. ആ ഫണ്ട് കുറെ നാളായിട്ട് നേപ്പാളിന് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അമേരിക്ക. അത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു പല കാരണങ്ങളാൽ. ഇപ്പോ നേപ്പാളിന് അത് കൊടുക്കാൻ തീരുമാനമായിരിക്കും. വലിയൊരു തുകയാണ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ അവർ കുറെ ഉപാധികൾ മുമ്പോട്ട് വെച്ചിരുന്നു. ആ ഉപാധികൾ ഒന്ന്, ഈ പറയുന്ന പ്രദേശങ്ങൾ അമേരിക്കയുടെ അണ്ടറിലേക്ക്, അതായത് അമേരിക്ക അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കോളും. അമേരിക്കൻ ബാങ്കും നേപ്പാൾ ബാങ്കും കൂടെ സംയുക്തമായിട്ടായിരിക്കും ഫണ്ട് ഈ ലിംബു ലേക്കിലും കാലാപാനിയിലും അടക്കം. അപ്പൊ അതിന് വേണ്ടി കാലാപാനിയായിട്ട് ഇന്ത്യക്ക് എന്താ ഇത്ര? ഇന്ത്യയുടെ ആണ് ആ പ്രദേശം. അല്ല, ഇന്ത്യയുടെ പ്രദേശമാണത്, നേപ്പാളിന്റെ അല്ലത്. നേപ്പാൾ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശമാണ്, ഇന്ത്യയുടെ പ്രദേശമാണത്. ഉത്തരാഖണ്ഡിലുള്ള നമ്മുടെ പ്രദേശം തന്നെയാണത്. ആ പ്രദേശത്തിൽ അവർ അവകാശവാദം ഉന്നയിക്കുകയാണ് അവരുടെയാണ്. അയോധ്യ അവരുടെ ആണെന്നല്ലേ അവർ പറയുന്നത്. ഞങ്ങളുടെ അവിടുന്ന് വന്നു. ഈ പണ്ട് മുതലേ അവർ പറയുന്നത് ഈ ബീഹാറിന്റെ ബോർഡർ ഉണ്ട് നേപ്പാളുമായിട്ട്. അപ്പൊ അവിടെ ഇവരുടെ അവിടെയാണ് ബുദ്ധൻ ജനിച്ചത് എന്ന് പറയുന്നത്. ബീഹാറിലല്ല, പക്ഷെ ബീഹാറിൽ നിന്ന് അവിടെ വന്നിട്ട്, അപ്പൊ ബീഹാറിന്റെ ഒരു ബോർഡർ ഇവര് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലവും ഇല്ല ഇന്ത്യയിൽ. UP പിന്നെ സൊണാലി ബോർഡർ ഒക്കെ ഉണ്ട് ഗോരഖ്പൂരിലൊക്കെ. ഞാൻ അവിടെ പോയിട്ടുള്ളതൊക്കെയാണ്. ആ ഒരു ഗോരഖ്പൂർ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഉള്ളത് സൊണാലി ബോർഡർ എന്ന് പറയാം. ആ UP അതിന്റെ ഭാഗങ്ങൾ അവർ ചോദിച്ചു ഞങ്ങളുടെയാണെന്ന് പറയാം. അത് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഈ ലിംബു ലേക്കിലാണോ അമേരിക്ക ഇപ്പോ ഇത് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേപ്പാളിൽ വേറെ എവിടെയെങ്കിലും ആണോ? അല്ല, ഇവിടെ ഞങ്ങള് ഇവര് വെച്ചിരിക്കുന്ന ഉപാധിയുണ്ട്. പൈസ കൊടുക്കണമല്ലോ. പൈസ കൊടുക്കുമ്പോഴത്തേനും ഈ പൈസ കൊടുക്കുന്ന കൃഷി, വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന പൈസ കൊടുക്കുന്നത്. അക്കൂട്ടത്തിൽ അവർ പറഞ്ഞ കുറെ ഉപാധികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ ഇതുകൂടെ എടുക്കൂ, ഇതും കൂടെ നിങ്ങൾ പ്രശ്നം, അത് ഇമാതിരി പൈസ കൊടുക്കുന്നതിന് ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കണമല്ലോ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും. അപ്പൊ നിങ്ങളുടെ ഇവിടങ്ങളിലുള്ള, അതായത് ഇത് പിന്നോക്ക മേഖലയാണല്ലോ, ഇപ്പൊ ഇവിടങ്ങളിലുള്ള ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ ആശുപത്രി, സ്കൂള്, കൃഷി, ഇതിനൊക്കെ ഞങ്ങൾ തരും. ഞങ്ങളുടെ ഫണ്ട് ഞങ്ങളുടെ ബാങ്കും നിങ്ങളുടെ ബാങ്കും സംയുക്തമായി, ഒപ്പം തന്നെ നേപ്പാളികൾക്ക് പിന്നെ ഇവിടെ തന്നെ അക്കൗണ്ട് തുറന്നുകൊണ്ട് ഞങ്ങളുടെ ബാങ്കുമായി ഇടപാട് നടത്താം. ഇങ്ങനെ കുറെ ഓഫറുകളുണ്ട്. ഇത് വലിയൊരു കുറെ ഓഫറുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പൈസ തരാമെന്ന്, ഇപ്പൊ പാകിസ്ഥാൻ എന്താ ചെയ്യുന്നത്? പൈസ കൊടുക്കുന്ന സമയത്തോ പൈസ തരാമെന്ന് പറയുന്ന സമയത്തോ ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഭീകരവാദികളെ കടത്തിവിട്ട്. അതിന് സമാനമായിക്കൊണ്ട് ഈ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെയാണ് ഈ പ്രദേശം, അതൊരു പ്രശ്ന മേഖലയാക്കി നിലനിർത്തുക. ഇതാണ് നേപ്പാൾ ഉദ്ദേശിക്കുന്നത്. അവിടെ അസ്ഥിരപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റുക. ഏതായാലും ഈ ആവശ്യവുമായിട്ട് നേപ്പാൾ കഴിഞ്ഞ ദിവസം ചൈനയെ സമീപിച്ചിരുന്നപ്പോൾ അവിടെ ഷീ ജിൻപിങ് തന്നെ പറഞ്ഞിരിക്കുന്നത്, അത് വലിയ വാർത്തയായിട്ട് അത് വന്നു. ഇന്നേ വരെ ചൈന അതിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചൈന ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഉഭയകക്ഷി അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കുക. പിന്നെ ഞങ്ങളും ഇന്ത്യയുമായിട്ട് 54 പോലെ ആ റൂട്ട് വഴിയുള്ള കരാറുണ്ട്, ഞങ്ങൾ അതുവഴി സാധനം കൊണ്ടുപോകും.
നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയി. അതായത് നമുക്ക് ഈ ലിംബു ലേക്ക് വഴി ചൈനയുമായിട്ട് നമുക്ക് ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ട്രേഡിംഗ് ഉള്ള ഈ പ്രദേശം, ഒരു ചുരം, ആ പ്രദേശത്ത് ഇപ്പൊ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കണം എന്ന് പറഞ്ഞ് നേപ്പാളിന് ഫണ്ട് കൊടുത്തുകൊണ്ട് അമേരിക്ക പുറകെ നിൽക്കുകയാണ്. ഇതാണ് സംഭവം. അതെ 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 അല്ല, ഇവര് അവകാശവാദം ഉന്നയിക്കാത്ത കേരളം മാത്രമേ ഉള്ളൂ. നേപ്പാള് ഇന്ത്യയിലെ എല്ലായിടത്തും അവർ അവകാശവാദം ഉന്നയിക്കും. കാരണം ഈ ഇന്ത്യയും നേപ്പാളും ഹിന്ദു രാഷ്ട്രമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേപ്പാളിൽ പോയിട്ടുണ്ട്, അവിടുത്തെ മിക്ക സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇവിടെ ഉള്ള തന്നെ പിന്നെ ദൈവങ്ങളും അതിന്റെ സ്ഥലങ്ങളും ഉണ്ട്. ബുദ്ധൻ ബോധോദയം ഉണ്ടായ സ്ഥലം അവിടെ കാണാം നമുക്ക്. അപ്പം ഈ ഇങ്ങനെയുള്ള ഭൈരവ, പൊക്ര ഇതെല്ലാം ബുദ്ധനുമായി ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അവിടെ മൻകാമന എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഞാൻ അവിടെയും പോയായിരുന്നു. ഇതേ കഥ തന്നെയാണ്. അതായത് നമ്മളിവിടെ ഒരു പാറയിൽ ഒരു സ്ത്രീ പിന്നെ അരിവാളൊരയ്ക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം അവിടെയും ഉണ്ട്. അപ്പം ഈ പറയുന്നതിനകത്ത് പക്ഷെ ഇത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് അവിടുത്തെ ഹിന്ദു സംഘടനകളൊന്നും ഇതിനകത്ത് അണങ്ങുന്നില്ല. ഈ അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, നമ്മളായിട്ട് ചെറിയ വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇന്ത്യയിലും ഹിന്ദു സംഘടനകളൊക്കെ വലിയ വിഷയമൊക്കെ ഉണ്ടാക്കി അതൊന്ന് ഇടയ്ക്ക് നിർത്തിയൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം കരുതിയ വെച്ചാൽ ഈ അയോധ്യയുടെ വിഷയം ഇവർ പറയുന്നത്, ഇപ്പൊ അയോധ്യയിൽ ഒരു വലിയ ലക്ഷക്കണക്കിന് പേര് ടൂറിസ്റ്റുകൾ ഈ തീർത്ഥാടകരും മറ്റും വരുന്നുണ്ട്. അപ്പൊ അവരിൽ കുറച്ച് പേര് അവിടെയും കൂടെ എത്തുമല്ലോ എന്ന് കരുതി പറയുന്നതാണെന്ന് കരുതി. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഇപ്പൊ മനസ്സിലാകാൻ പറ്റുന്നത്. ഇത് പറയാറുണ്ട്, ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വരട്ടാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇന്ത്യ അല്ലാതെ വേറെ ആരും ഇവർക്ക് അകവഴിഞ്ഞ് സഹായിക്കാറുമില്ല. ഈ പാകിസ്ഥാൻ വഴിയുള്ള തീവ്രവാദികളൊക്കെ ഇതുവഴിയാണ് കയറ്റിവിടുന്നത്. മുംബൈ സ്ഫോടനത്തിന്റെ പ്രതികളെല്ലാം അതുവഴി തന്നെയായിരുന്നു വന്നിരുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഏതായാലും ഇങ്ങനെ ചൈന കൂടി അവരെ കൈയൊഴിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു. അതിനിടയിലാണ് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയുമായി ചേർന്ന് നടക്കുന്ന നൂർഖാൻ വിമാനത്താവളം. ഈ വിമാനത്താവളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അവരുടെ ആണവ പോർമുനകൾ വഹിക്കുന്ന വാർ ഹെഡുകൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിമാനത്താവളമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് ഇനി അവന്മാർക്ക് ജീവിതത്തിൽ ആണവായുധം എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ അടിച്ചു. കാരണം അവിടെ നിന്നിട്ടാണ് ഇത് വിക്ഷേപിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല. രണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ലോജിസ്റ്റിക്കും കൂടാണ്. ഈ യുദ്ധ സാമഗ്രികളും മറ്റു വിമാനത്താവളങ്ങളിലും മറ്റും എത്തിക്കുന്നതിനുള്ള പ്രധാന താവളം ഇതൊക്കെയായിരുന്നു. ഇതാണ് ഇന്ത്യ അടിച്ച് നാശമാക്കിയത്. അതിപ്പോൾ അമേരിക്ക അതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഏറ്റെടുത്തു ഇത്. ധനുഷിന് ഓർമ്മയുണ്ടാകും, ധനുഷനാണ് ആ വാർത്ത ചെയ്തത്. ഈ അമേരിക്കയുടെ ഈ ആണവ പിന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊരു ഒരു വിമാനം വന്നു എന്നൊക്കെ. അതെ അതെ അതെ. അതുമായി ചേർന്ന് നടക്കുന്ന ഒരു സാധനം ഇത് റാവൽപിണ്ടിയില്. അതുമായി ചേർന്ന് നടക്കുന്ന ഒരു സംഭവം, ആണവ നിലയവുമായി ചേർന്ന് നടക്കുന്ന ഒരു വിമാനത്താവളം ഇത്. അപ്പൊ ഇവിടെ അന്ന് തന്നെ അമേരിക്ക വന്നിരുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ അവർ വന്നിട്ട് പിന്നെ അവർ പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടെ നടക്കുന്ന നീക്കങ്ങൾ ദുരൂഹമാണ് എന്നുള്ള അവിടുത്തെ യുദ്ധകാര്യ വിദഗ്ധർ തന്നെയാണ് പറയുന്നത്. അവർ തന്നെയാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഈ C-17 എന്ന് പറയുന്ന ആ വിമാനം ചരക്ക് വിമാനമാണ്. യുദ്ധസാമഗ്രികളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരക്ക് വിമാനമാണ് ഈ C-17 എന്ന് പറയുന്ന വിമാനം. നമുക്ക് ഓർമ്മയുണ്ട് എല്ലാവർക്കും. പഞ്ചാബിലൊക്കെ വന്നിട്ട് നമ്മുടെ ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നു ഈ വിമാനത്തിലായിരുന്നു. അപ്പം ചരക്ക് പിന്നെ വിമാനമാണ്. ഈ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചരക്കുകൾ കൊണ്ടുപോകാൻ വരിക. അപ്പൊ ഇവയുടെ പറക്കലും വരലും ഒക്കെ ഒരു നിർണായകമാണ്. ഇതെന്തൊക്കെയോ അഭ്യൂഹങ്ങളുണ്ടെന്ന് അവർ തന്നെയാണ് പറയുന്നത്. ഇത് ഇന്ത്യ സാഹൂതം വീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, ചൈനയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, റഷ്യയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇറാനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ, അമേരിക്കയുടെ ബേസ് വന്ന് പെട്ടെന്ന് നമുക്ക് കാണുന്നത് ഇന്ത്യക്കെതിരെ പണിയാൻ പാകിസ്ഥാൻ ഒരുക്കം നടത്തുന്നു, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അമേരിക്ക കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇറാന് വേണമെങ്കിൽ അവരെ അടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇങ്ങോട്ടേക്ക് വന്ന് കിടക്കുന്നു അവർക്ക് ചിന്തിക്കാൻ പറ്റും. ചൈനയെ സംബന്ധിച്ച് ഇവർ വന്ന് കിടക്കുന്നത്, ചൈന ഒരു തായ്വാൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുക. അങ്ങനെ പോകുമ്പോഴത്തേനും ഇവന്മാർ ഇവിടെ വന്ന് കിടക്കുന്നത് തങ്ങളുടെ ആക്രമണത്തിന് തടയിടാൻ. അത് തങ്ങളുടെ വാതിക്കലല്ലേ, ചൈനയുടെയൊക്കെ ബോർഡറിലല്ലേ കിടക്കുന്നത് ഇവന്മാരെ. ബോർഡറിൽ വെച്ചാൽ ആ ഒരു ഏരിയയിലല്ലേ, വലിയ ദൂരമില്ലല്ലോ അവിടെ നിന്ന്. അപ്പൊ അവിടെ കിടക്കുന്നത് ഞങ്ങളെ തടയിടാനാണെന്ന് കരുതുന്നു. റഷ്യ കരുതുന്നത് വെച്ചാൽ, കാരണം ഇനി ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏഷ്യ കേന്ദ്രീകരിച്ച് തന്നെയാണ്, വേറെ എങ്ങുമല്ല. അപ്പൊ ആ ഏഷ്യ കേന്ദ്രീകരിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ വൻകിട രാജ്യങ്ങളെ, ഇന്ത്യ, ചൈന പോലെയുള്ള വൻകിട രാജ്യങ്ങൾക്ക് തടയിടുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഇപ്പൊ നേപ്പാളിന്റെ ഈ ഒരു ലിംബുക്കേലിന്റെ ഒരു എലിയുടെ ഒരു വിവാദം വരുന്നു. അതെന്തായാലും ചൈന മടക്കി വിട്ടിട്ടുണ്ട്. ഞങ്ങളിനകത്തൊന്നും ഇടപെടാനില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചു. ഉഭയകക്ഷി ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണത്. നിങ്ങൾ സംസാരിക്കാൻ, അതൊന്നും ഞാനൊന്നും കയറി ഇടപെടാം, മൂന്നാം കക്ഷിയൊന്നും ഞങ്ങളില്ല ഇതിനകത്തൊന്ന് പറഞ്ഞു ഒഴിഞ്ഞു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നീക്കം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഏഷ്യയിലേക്ക് ഒരു യുദ്ധമുഖം ഉണ്ടാകും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. അതിന്റെ പ്രധാന കേന്ദ്രമായിട്ട് ഇപ്പോൾ ഈ
ഇന്ത്യ ചൈന മാറുന്നു എന്നുള്ളതാണ്. റഷ്യ ഓൾറെഡി ഉണ്ട് ആ ഒരു സൈഡിൽ ഉണ്ട്. ഇപ്പൊ ഇത് വരുമ്പോൾ പല രാജ്യങ്ങളും അതിനെ ശ്രദ്ധയോടെ വീക്ഷി. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നീക്കങ്ങളിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്ന ഇന്ത്യ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്ക് പിന്നാലെ റഷ്യയും ചൈനയും ഇറാനും എല്ലാം അതിൽ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അടുത്ത നീക്കമെന്നുള്ളത്. കാരണം ഇനിയിപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. അവിടുത്തെ അവരുടെ ബേസുകൾ വല്ല ഇവർക്ക് തുറന്നു കൊടുക്കുമോ എന്നുള്ളത് അറിയണം. അതൊരു വലിയ യുദ്ധം. കഴിഞ്ഞ ദിവസമാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഈ പ്രതിരോധ വകുപ്പിന്റെ പേര് മാറ്റി യുദ്ധവകുപ്പെന്നാക്കി. 1940 വരെ യുദ്ധവകുപ്പെന്നായിരുന്നു അതിന്റെ പേര്. അതിനുശേഷം ഇത് മാറ്റി. കാരണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഇതുവരെ പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. ചില യുദ്ധങ്ങളിൽ നമുക്ക് പരാജയമല്ല, പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മളുടെ ചില കൂട്ടുകെട്ടുകളും ഇടപഴകലുകളും കൊണ്ടായിരുന്നു നമുക്ക് തെറ്റുപറ്റിയത്. ഇനി അത് തെറ്റുപറ്റരുത്. അതുകൊണ്ടാണ് ഞാനത് യുദ്ധവകുപ്പ് എന്നാക്കിയിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു വീര്യം കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി തുള്ളിച്ചാടിയൊക്കെ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയോ ഒന്ന് ഈ ഏഷ്യ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിന്റെ ഒരു പ്രധാന മുഖമായിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ, ഇന്ത്യയും ചൈന, പാകിസ്ഥാൻ, നേപ്പാള്, ഇറാൻ എന്നീ രാജ്യങ്ങളെല്ലാം കടുത്ത ജാഗ്രതയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ മ്യാൻമാറും ബംഗ്ലാദേശും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് നീങ്ങുന്നു. ഇവിടെ നിർണായകമായ കുറെ നീക്കങ്ങൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കും. നമ്മൾ ഇന്റർനാഷണൽ മീഡിയാസ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വാർത്തകൾ കാണും. ഇതിപ്പോ ഞാനീ പറഞ്ഞ ഈ നൂർഖാൻ വിമാനത്താവളത്തിന്റെ അവിടെ ഈ അമേരിക്കൻ വിമാനങ്ങൾ വരുന്നത് വലിയ വാർത്തയായിട്ട് നമ്മുടെ റിപ്പബ്ലിക് ചാനൽ, റിപ്പബ്ലിക് TV അവർ വലിയ വാർത്ത തന്നെയാണ് അതിനെക്കുറിച്ച്. ഞാൻ വേറെ നാഷണൽ ഡെയിലീസ് ഒന്നും കണ്ടില്ല. അത് വലിയ വാർത്ത തന്നെ റിപ്പബ്ലിക് ചാനൽ അത് നൽകിയിട്ടുണ്ട്. വലിയ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ ഒരു യുദ്ധമുഖം ഏഷ്യയിൽ തുറക്കുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടാകുമെങ്കിൽ ഏഷ്യയിൽ ബേസ് ചെയ്തിട്ട് മാത്രമാണെങ്കിൽ അതിന് വേറെ ഡൗട്ടൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ അനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു. ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. തായ്വാൻ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ. ഓൾറെഡി ഇപ്പോൾ റഷ്യ ഉക്രൈൻ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യയുടെ 90% ഏഷ്യ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇറാൻ, ഇസ്രായേല് അങ്ങനെ കിടക്കുന്ന ഒരു കംബോഡിയ, തായ്ലാൻഡ്, കംബോഡിയ, അങ്ങനെ കിടക്കുന്ന കുറെ വിഷയങ്ങൾ. ഇതിനിടയ്ക്ക് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഇടയ്ക്ക് കിടന്നിട്ട് ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മ്യാൻമാർ ബംഗ്ലാദേശിന്റെ ബോർഡറുകൾ തമ്മിലുള്ള ഇഷ്യൂസ്, അങ്ങനെ അനവധി ഇഷ്യൂസുകൾ കിടക്കുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് എല്ലായിടത്തും കൂടെ എത്താൻ കഴിയില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ അവരെല്ലായിടത്തേക്കും അവരുടെ ഒരു ഒരു സ്ട്രെങ്ത് വെക്കുകയാണ്. ഇപ്പൊ അമേരിക്കയുടെ ഒരു വിഷയം പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത്, അമേരിക്ക ഈ ലോകത്ത് നിലനിർത്തിക്കൊണ്ടിരുന്ന 3 കാര്യമാണ് ധനുഷ്. 1 ഡോളർ, 2 എണ്ണ, 3 ആയുധം. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ വലിയ പ്രാധാന്യമില്ല. കാരണം ഡോളറായിരുന്നു ലോകം ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ പോലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ പോലും അവരുടെ പ്രാദേശിക നാണയങ്ങളിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങി. എണ്ണയായിരുന്നു ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചത്. കാരണം എണ്ണയില്ലാതെ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ GCC ഒപ്പം രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്ക നിശ്ചയിക്കും ഇന്ന് ബാരലിന് എത്ര രൂപ നിങ്ങൾ വിലയിടണമെന്നുള്ളത്. ആ നിലയിൽ നിന്ന് ഇന്നിപ്പം അമേരിക്കയെ പോലും ചില പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. കാലം മാറുകയാണ്. കാരണം കൂടുതൽ വിപണി വരുന്നു, കച്ചവടം മറ്റൊരു രീതിയിലേക്ക് മാറുന്നു. അപ്പൊ എണ്ണയ്ക്കും ഒരു ഹോൾഡ് ഇല്ല. അപ്പൊ എണ്ണ പിടിച്ചു വെച്ചുകൊണ്ട് വില പേശാം എന്നൊരു വ്യാമോഹം ഒരു രാജ്യത്തിനും ഇല്ല. മൂന്നാമതുള്ളത് യുദ്ധമാണ്. അതായത് യുദ്ധ സാമഗ്രികളും മറ്റുമൊക്കെ വിറ്റഴിച്ചുകൊണ്ട് മുന്നേറാമെന്ന് കരുതിയിരുന്നിടത്താണ് ഇപ്പോൾ ഇന്ത്യ പോലും വലിയ രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് യുദ്ധ സാമഗ്രികളൊന്നും വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ അത്യാവശ്യം കച്ചവടം പിടിച്ചു തുടങ്ങി. നമ്മളും ആയുധങ്ങളൊക്കെ കയറ്റി വെക്കാൻ തുടങ്ങി. പലരും ആയുധ വിപണിയിലേക്ക് വരുന്നു. ഇതൊക്കെ വന്നപ്പോൾ ആ രീതിയും പോയി. അതായത് ഈ 3 കാര്യങ്ങൾ അവർക്ക് കോട്ടം തട്ടി. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം. ലോകം നിയന്ത്രിച്ചത് 3 കാര്യങ്ങളായിരുന്നു. അതായത് ഡോളർ, എണ്ണ, അതുപോലെ തന്നെ ഈ ആയുധ വിപണി, ആയുധം അല്ലെങ്കിൽ സൈന്യത്തിന്റെ കാര്യം. അത് പോയി. 1990 വരെ എനിക്ക് തോന്നുന്നത് റഷ്യയും അമേരിക്കയുമായിരുന്നു തീരുമാനിക്കുന്നത് ലോകത്ത് എന്ത് വേണമെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്ക തന്നെയായിരുന്നു. റഷ്യ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും തീരുമാനിക്കില്ല. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് കുഞ്ഞു രാജ്യങ്ങൾ വരെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവർ മുമ്പോട്ട് പോകാനൊക്കെ തുടങ്ങി. അവർ അപ്രതീക്ഷിതമായി അവർ പ്രതീക്ഷിക്കാതെ കയറി വന്നൊരു രാജ്യം ഇക്കൂട്ടത്തിൽ ഇന്ത്യയാണ്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കയറ്റം കയറി വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു നിലപാടുകൾ എപ്പോഴും അങ്ങനെയായിരുന്നു. ഒരു സൈഡിൽ അമേരിക്ക, ഒരു സൈഡിൽ റഷ്യ നിൽക്കുമ്പോഴും നമ്മൾ ചേരിചേരാ എന്ന് പറഞ്ഞു നിൽക്കും. അവരെ കാണുമ്പോഴും ചിരിച്ചു കാണിക്കും, ഇവരെ കാണുമ്പോഴും ചിരിച്ചു കാണിക്കും. പക്ഷെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അമേരിക്ക പണി തന്നപ്പോഴൊക്കെ അതിനെ നമ്മൾ അതിജീവിച്ചു, ചേരിചേരാ എന്ന് പറഞ്ഞിട്ടെങ്കിൽ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമുക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. റഷ്യയുടെ നിങ്ങൾ എണ്ണ മേടിക്കും, നിങ്ങൾ പോയി പണി നോക്കും. യുദ്ധം പാടില്ല, പക്ഷെ ഞങ്ങൾ അവിടുന്ന് എണ്ണ വാങ്ങും. ഇതാണ് നമ്മുടെ നിലപാട്. പണ്ട് അങ്ങനല്ലായിരുന്നു നമ്മുടെ നിലപാട്. ഇത് ഇങ്ങനെ എന്താ പറയുന്നത്, ചേരിചേരാ നയം. അയ്യോ അതാണോ ഞങ്ങളില്ല, ഇതാണോ ഞങ്ങളില്ല. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇസ്രായേൽ ഹമാസിനെ അടിക്കുന്നു, അത് അവിടെ കയറി അടിച്ചാൽ തിരിച്ചടിക്കണം, അത് ന്യായം. പക്ഷെ സ്വതന്ത്ര പാലസ്തീൻ നമ്മൾ അംഗീകരിക്കുന്നു, അത് അംഗീകരിക്കണം എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ തായ്വാൻ നമ്മൾ കച്ചവടം ചെയ്യും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ തായ്വാൻ ചൈനയുടെ ഭാഗമാണ്, ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കൂ. അല്ല, തായ്വാനെ ഞങ്ങൾ വേറെ രാജ്യമായിട്ട് അംഗീകരിക്കില്ല. ഇങ്ങനെ സ്ട്രോങ് നിലപാട് പറയാൻ തയ്യാറായിട്ട് ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നിലപാടുകൾ മാറുന്നത്. ഇന്ത്യ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു പിക്ചറിലേക്ക് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ റഡാറിലേക്ക് വരുന്നത്. മുമ്പ് അങ്ങനെയില്ല, ചേരിചേരയാണ്. ഇപ്പൊ ധനുഷ് പറഞ്ഞാലും പറയും ശരിയാണ് ധനുഷ് പറഞ്ഞത്.
മറ്റേയാൾ പറഞ്ഞാലും നമ്മൾ പറയും നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. ഈ നിലപാടിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് വന്നത്. ഇതിപ്പോ മാറി, നിലപാട് മാറി. നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു. ചൈനയുമായിട്ട് നമുക്കിപ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കുക, അത് അങ്ങോട്ട് പോകുന്നു എന്ന് കരുതിയിട്ട് അമേരിക്കയുമായിട്ട് നമുക്കൊരു ക്ലാഷ് ഇല്ല. നമ്മൾ എപ്പോഴും ചർച്ചയിൽ പറയാറുള്ള കാര്യമുണ്ട്, അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു ബന്ധം തകരില്ല. മോദി വന്ന ശേഷമുള്ള ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് മൂവ് എന്ന് പറഞ്ഞാൽ, നിലപാടെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, വേറെ ആരുടെ തീരുമാനങ്ങളുമില്ല. നമ്മുടെ ഇപ്പൊ പറയും പല ആൾക്കാർ പറയും ചൈന വന്നു ഇനിയിപ്പോ ഇന്ത്യക്ക് രക്ഷപ്പെട്ടു എന്ന് ചില ആൾക്കാർ പറയും. അങ്ങനെയല്ല, നാളെ ഇന്ത്യക്ക് ചൈന എതിർത്താലും ഇന്ത്യക്ക് രക്ഷപ്പെടണമല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അമേരിക്ക വന്നു, അതുകൊണ്ട് ഇന്ത്യ ഇപ്പൊ ഇസ്രായേൽ നമ്മുടെ കൂടെയാണ്. അപ്പൊ പറഞ്ഞു ഇസ്രായേൽ കൂടെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഇപ്പൊ നരേന്ദ്രമോദി വന്ന ശേഷം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലോകത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രതിരോധ രംഗത്തിൽ നോക്കിയാലും നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇപ്പൊ മലയാള മാധ്യമങ്ങൾ അടക്കം പോർട്രേ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തോന്നും ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ മേടിച്ച് കൂട്ടുന്നു, അമേരിക്കയുടെ കയ്യിൽ നിന്ന് കുറെ ആയുധങ്ങൾ മേടിക്കുന്നു, ഇന്ത്യ അങ്ങനെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത്, നമ്മൾ ഇതിനെക്കാട്ടിലുമൊക്കെ 10 മടങ്ങ് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ സ്വന്തം ആയുധങ്ങൾ വികസിപ്പിച്ച് നമ്മളിപ്പോൾ വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ S-400 നമ്മൾ മേടിച്ചപ്പോൾ പോലും അതിൽ നമ്മൾ സോഴ്സ് കോഡ് അടക്കം മേടിച്ച് പല മാറ്റങ്ങളും വരുത്തി നമ്മുടെ ആയുധമാക്കി അത് മാറ്റി. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിലവിലുള്ള ആയുധങ്ങൾ അത് ഇന്ത്യയുടേത് മാത്രമാണ്, വേറെ ഒരു രാജ്യങ്ങൾക്കും അതില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നിലപാട്. അതാണ് കൃത്യമായിട്ട് മോദി വന്ന ഈ ഡിഫൻസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ സാധനം തന്നെയാണ് എല്ലാത്തിലും നരേന്ദ്രമോദി അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മുടെ ഇപ്പൊ അപ്പുറത്തുള്ള ആൾ ചിരിച്ച് കാണിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ എന്താണ് ആ ഒരു നിലപാട് അടിയറവ് വെച്ചിട്ട് അവരുടെ നിലപാടിനെടുത്ത് നമ്മുടെ വായിൽ നമ്മൾ തിരികെത്തും. അല്ല, അത് തന്നെയാണ് ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാലേ, ട്രംപിന് കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാം. കാരണം ഇന്ത്യയെ കൂട്ടാതെ പോകാൻ കഴിയില്ല. ഇന്ത്യ ഇല്ലാതെ ഇവർ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. അവർക്ക് ഏഷ്യയില് അവർക്ക് വിശ്വസിക്കാവുന്ന കൂടെ നിർത്താവുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. പഴയ പോലെ കണ്ണുരുട്ടിയിട്ട് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഈ പാകിസ്ഥാൻ പോലെ നേപ്പാൾ പോലെ ദരിദ്രമായ കുറെ രാജ്യങ്ങളെ കിട്ടുമെന്നുള്ളത് ഇന്ത്യ ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അവിടെ ബുദ്ധിയുള്ളവന്മാരെല്ലാം ട്രംപിനോട് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾ ഇന്ത്യ പിണക്കുന്ന വലിയ ബുദ്ധിമോശമായിരിക്കും, നിങ്ങൾക്ക് അതില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ ലോകത്തെ വമ്പന്മാരായ ഏതെങ്കിലും രാജ്യങ്ങൾ വേണ്ടേ? അല്ലാതെ യൂറോപ്യൻ യൂണിയനിൽ കുറെ പെരുമയുള്ളവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കച്ചവടം നടക്കണം, ഒപ്പം തന്നെ നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ആയുധം മേടിക്കണം. അല്ലാതെ യൂറോപ്യൻ യൂണിയൻകാർ ആയുധം മേടിക്കുന്നതൊക്കെയല്ലോ ഇന്ത്യ കണക്കുള്ള രാജ്യം മേടിക്കുന്നത്. ബൾക്ക് എമൗണ്ട് വലിയൊരു സാധനം അത് മേടിക്കണം, കച്ചവടം നടക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഏഷ്യയിൽ എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാണിക്കണമെങ്കിൽ ഇന്ത്യ കണക്കുള്ള രാജ്യത്തിൻ്റെ ഒരു സപ്പോർട്ട് വേണം. ഇൻഡോ പസഫിക് മേഖലയിൽ നിങ്ങൾ കിടന്ന് നട്ടം തിരിയുന്നതിന് നിങ്ങൾക്ക് ഇന്ത്യയുടെ നാവികസേനയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ തായ്വാൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. കാരണം ഇന്ത്യയുടെ സപ്പോർട്ട് അവിടെയും വേണ്ടേ? കാരണം ഇവരുടെ റൈവൽ ആരാണ്? ചൈനയാണ്. ഇവരുടെ ശത്രു ചൈനയാണ്. കാരണം ഈ ചൈനയെ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ സഹായം അവർക്ക് കൂടിയേ പറ്റൂ. ഇല്ലെങ്കിൽ തന്നെ ഈ കിഴക്കൻ ഏഷ്യയിലേക്ക് വരുമ്പോൾ ഏതാണ് തലയെടുപ്പുള്ള രാജ്യം? ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ രാജ്യങ്ങൾ സമരസപ്പെട്ടു പോകാതെ എങ്ങോട്ടാണ് ഈ ട്രംപ് പോകുമെന്ന് പറയുന്നത്? ഇത് മോദിക്കും നന്നായി അറിയാം, ഇന്ത്യക്കാർക്കും നന്നായി അറിയാം. ഇന്നലെ റോയിട്ടേഴ്സ് ഒരു വലിയ വാർത്ത വെച്ചിരിക്കുന്നു. അവര് പറയുന്നു ഇന്ത്യയില് ഇപ്പൊ തന്നെ സ്വദേശിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞായിരുന്നല്ലോ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഇന്നലെ ഡാബർ കമ്പനിക്കാർ ഒരു പരസ്യം ഇറക്കിയിട്ടുണ്ട്, ഡാബറിന്റെ പേസ്റ്റിന്റെ. അപ്പൊ അവര് പറയുന്നു ഇതിന്റെ ജന്മനാട് ഇവിടെയാണ്. എന്നിട്ട് ഇന്ത്യയുടെ ഒരു ദേശീയ പതാകം കൊടുത്ത് ഡാബർ പേസ്റ്റിന്റെ പരസ്യം. അപ്പൊ അവരതിനകത്ത് പറയുന്നത്, ഇപ്പൊ അമുല് വെണ്ണയുടെ മുകളിൽ ഒരു ചെറിയ ഇന്ത്യൻ പതാകയുടെ ഇത് കുത്തി നിർത്തി അതിന്റെ ഇത് വെച്ചിട്ടാണ് അവരുടെ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ റോയിട്ടേഴ്സ് പറയുന്നത് ഇന്ത്യൻ കമ്പനികളെല്ലാം പണി തുടങ്ങിയിട്ടുണ്ട്, അവർ സ്വദേശി ഉയർത്തിപ്പിടിക്കും. കാരണം സ്വദേശിക്ക് ഇപ്രാവശ്യം ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇതൊരു വലിയ അപകടമാണ്. കാരണം നാളെ ഇനിയിപ്പോൾ അമേരിക്കയുമായിട്ടൊരു കരാർ ഒപ്പിട്ടാൽ പോലും ഈ ചിന്താഗതി മാറില്ല, നമ്മുടെ ഒരു സാധനമാണ്. അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളൊരു ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 മാസം ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അതോ അതിന്റെ തന്നെ വകഭേദങ്ങളോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. 3 മാസമാണ് ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു സാധനവുമായി പൊരുത്തപ്പെടാൻ വേണ്ടത്. പത്രം വായിക്കുന്നതായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് അവർക്ക് മനസ്സിലായ അപകടം. കാരണം നാളെ ഇപ്പോൾ ഒരു ടൈപ്പ് ആയാലും, നാളെ ഇപ്പോൾ വ്യാപാര കരാർ ഒപ്പിട്ടാലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാൻ കഴിയില്ല. കാരണം ജനങ്ങളുടെ മനസ്ഥിതി മറ്റേതാണെങ്കിൽ ഇത് വാങ്ങാൻ എങ്ങനെ പറ്റും? ഇപ്പൊ ഡാബറിന്റെ പേസ്റ്റ് ആണ് ജനം തേച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നാളെ കോൾഗേറ്റും ക്ലോസപ്പും ഒക്കെ എന്ത് ചെയ്യും? കാരണം ബുദ്ധിമുട്ടായി വരില്ലേ അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് പറ്റിയെന്ന് വെച്ചാൽ അവര് അതിലും വലിയൊരു ഇത് ചെയ്തിരിക്കുന്നു. ഇപ്പൊ GST ഒക്കെ റേറ്റ് കുറച്ചല്ലോ. അപ്പൊ ഇന്നലെ ഈ ഹിന്ദുസ്ഥാൻ ലിവറൊക്കെ നമ്മുടെ ധനമന്ത്രിയെ കണ്ടിരുന്നു, നിർമ്മലാ സീതാരാമൻ. ധനമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ GST കുറവ് വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും, ഞങ്ങൾ വില കുറയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വാഹന നിർമ്മാതാക്കളൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ സ്വദേശിയെ അതിജീവിക്കണമെങ്കിൽ ഇപ്പൊ ഇനി അവർക്ക് വില കുറച്ചേ പറ്റും. അതാണ് അതിനകത്ത് ഒരു സംഭവം. ഇല്ലെങ്കിൽ ആൾക്കാർ സ്വദേശി എടുക്കും.
കാരണം സ്വദേശി ഇപ്പൊ പഴയ ശരിയാ. സ്വദേശിയിൽ എനിക്ക് ഇപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഈ ഡാബറിന്റെ പേര്, ടൂത്ത് പേസ്റ്റിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ സ്വദേശി ജാഗരണ മഞ്ചുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 90കളുടെ അവസാനമൊക്കെയാണ് ഞാനത് പ്രവർത്തിക്കുന്നത്. അന്ന് ഞങ്ങൾ ഞാൻ ആ ഈ ഒരു ലെറ്റർ കോൾഗേറ്റും ഡാബറിന്റെ ക്ലോസപ്പും പേര്. ഞാൻ ഉപയോഗിക്കുന്ന കോൾഗേറ്റാണ്. കോൾഗേറ്റും ക്ലോസപ്പുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ കോൾഗേറ്റും ക്ലോസപ്പും ഇന്ത്യൻ കമ്പനി അല്ലാന്ന്. ഈ കോൾഗേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേ പണ്ട് നമ്മൾ ദൂരദർശന്റെ കാലത്ത് മുതൽ കാണുന്ന പരസ്യമാണ് ഈ കോൾഗേറ്റിന്റെ പരസ്യം അതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാനിപ്പോ അടിച്ചു നോക്കുകയായിരുന്നു, എനിക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നി, കോൾഗേറ്റ് ഇന്ത്യൻ കമ്പനി അല്ലേ, ഇനിയിപ്പോ ബിജുചേട്ടന് തെറ്റുപറ്റിയതാണോ എന്ന് അറിയാൻ ഞാൻ അടിച്ചു നോക്കിയപ്പോൾ നോ, ക്ലോസപ്പ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി, ഇറ്റ് ഈസ് എ പോപ്പുലർ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് ഓണഡ് ബൈ ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ കമ്പനി യൂണിലെവർ. അത് ക്ലോസപ്പ്. കോൾഗേറ്റിന്റെ അടിച്ചു നോക്കിയപ്പോൾ നോ, കോൾഗേറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി, കോൾഗേറ്റ് പാമൊലീവ് ഈസ് എ മൾട്ടിനാഷണൽ അമേരിക്കൻ കമ്പനി ഹെഡ്ക്വാർട്ടേഡ് ഇൻ ന്യൂയോർക്ക് സിറ്റി വിത്ത് ഇറ്റ്സ് ഇന്ത്യൻ സബ്സിഡറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അല്ല ഒരെണ്ണം ഇതിലും അമേരിക്കൻ വലിയൊരു കമ്പനി, ഒരെണ്ണം ഇന്ത്യൻ കമ്പനിയാ, ഒരെണ്ണം അല്ല ഇത് ബ്രിട്ടീഷ് കമ്പനിയാ. അല്ല ഇതിലും വലിയൊരു കോമഡി ഉണ്ടായിരുന്നു ധനുഷ. ഞങ്ങൾ ഈ ഉം. ഈ പ്രവർത്തനമായിട്ട് അന്ന് നടക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും വലിയ അവയർനെസ് ഇല്ല ഈ സ്വദേശി ഉം. എന്താണെന്നോ ഒന്നുമൊക്കെ. അപ്പം നമ്മൾ അവരുടെ ചോദിക്കുന്നത് നിങ്ങൾ, അപ്പൊ ഒരു ഞങ്ങൾ സ്വദേശി സോപ്പൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയും പലരും. ഉം. ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്? ലൈഫ് ബോയ് ആണ്. അന്ന് ഈ ലൈഫ് ബോയ് എന്ന് പറഞ്ഞൊരു സോപ്പുണ്ട്, വലിയ റെഡ് കളറുള്ള ഒരു കട്ടയാ, ഒരു അതെ അതെ ബാറാ അതെ, അത്. ആ ബാർ ഇങ്ങനെ നമ്മളിപ്പോ പി പട്ടിയെ സി കുളിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നത്. അതിങ്ങനെ പി സി ആണല്ലോ. അന്നത്തെ കാലത്ത് അത് എല്ലാവരും സാധാരണപ്പെട്ടവൻ കുളിക്കുന്ന ഒരു സോപ്പാ ലൈഫ് ബോയ്. ഉം. അതെടുത്തിട്ട് അതെ. കട്ട് ചെയ്യും ഓരോ പീസ്. അപ്പം ആ. വീട്ടുകാർ കാരണവന്മാര് എന്ത് ചെയ്യുന്ന ഓരോ പീസ്, ഇത് നിനക്ക് ഈ മാസം കുളിക്കാൻ, ഇല്ലെങ്കിൽ നിനക്ക് ഈ മാസം അതെ അതെ കുളിക്കാൻ അതെ. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇതാ. കാരണം ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല, അതാണ് ആ ഉം. സോപ്പിന്റെ ഒരു ഗുണം. ഉം. വലിയ സ്മെല്ലൊന്നും ഇല്ല അതിന്. പിന്നെ നമ്മൾ ഉം. ലൈഫ് ബോയ് ആണെന്നോ, നമ്മൾ പറഞ്ഞ ലൈഫ് ബോയ് അവരുടെ അല്ല, നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല, അത് ഫോറിൻ പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ ഉം. പറഞ്ഞു. അപ്പൊ ലൈഫ് ബോർഡ് വരാം. അപ്പൊ എനിക്ക് ഡാബറിന്റെ പരസ്യം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം അത്രയും വർഷം മുമ്പ്, ഏതാണ്ട് ഒരു 27 വർഷം, 26-27 വർഷം മുമ്പ് ഞങ്ങൾ ഈ പ്രചരണവുമായിട്ട് ഇറങ്ങുമ്പോൾ അന്നും ഡാബർ ടൂത്ത് പേസ്റ്റ് ഈ വിപണിയിലുണ്ടായിരുന്നു. ഇന്നും അവര് മടങ്ങിപ്പോകാതെ പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് അവർക്ക് ഒരു നല്ല പരസ്യം ചെയ്യാൻ പറ്റിയത്. അല്ല, ഈ അപ്പൊ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള കോൾഗേറ്റിനെയൊക്കെ നമ്മൾ ശരിക്കും അവരുടെ മാർക്കറ്റിംഗ് ലെവൽ ഉണ്ടല്ലോ, നമ്മൾ അതൊരു ഇന്ത്യൻ കമ്പനിയാണെന്ന് വിശ്വസിപ്പിക്കാനുള്ള അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തെ നമ്മൾ അപ്രൂവ് ചെയ്തേ പറ്റൂ. കാരണം എന്താൽ നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന, ഇന്ത്യൻ ഗ്രാമീണർ ഉപയോഗിക്കുന്ന, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ പഴയ കാലം മുതലേ നമ്മൾ ഉമിക്കരി ഉപയോഗിക്കും. ഉമിക്കരിയാണ് നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാനും കുഞ്ഞുനാളിലെ ഉമിക്കരി ചെറിയ പാക്കറ്റിൽ 5 രൂപയേ ഉള്ളൂ ഈ മുറുകാൻ കടയിലൊക്കെ വെച്ചേക്കും ഉമിക്കരി. അപ്പോൾ ഉമിക്കരി വാങ്ങിച്ച് ഞാനും ഉമിക്കരി ഉപയോഗിച്ചാണ് പല്ല് തേക്കുന്നത്. പിൽക്കാലത്ത് ഈ ഉമിക്കരി നമ്മൾ ബ്രഷ് എടുത്തിട്ട് ബ്രഷിൽ ഉമിക്കരി തട്ടും, എന്നിട്ട് ആ ബ്രഷിലാണ് പല്ല് തേക്കുന്നത്. അപ്പൊ ഇവന്മാര്, ഈ കോൾഗേറ്റ് കമ്പനിക്കാര് ഈ ഉമിക്കരി പോലെ ഒരു പൊടി ഇറക്കി പല്ല് തേക്കാനായിട്ട്. ഒരു പൊടി, ഒരു ടിന്നിൽ അടച്ചിട്ട് ഒരു പൊടിയുണ്ട്, കോൾഗേറ്റിന്റെ ഒരു വെള്ളപ്പൊടി. ആ വെള്ളപ്പൊടി തട്ടിയിട്ട്, അപ്പൊ ഇന്ത്യക്കാരെ എങ്ങനെ യവന്മാരുടെ ആ ഒരു ആ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലോട്ട് നുഴഞ്ഞു കയറാമെന്ന് ഇവന്മാര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇവന്മാർ അത് പൊടി കൊണ്ടുവന്നത്. ഞാൻ ഈ കോൾഗേറ്റിന്റെ പൊടിയാണ് പിന്നീട് ഉമിക്കരിക്ക് വരെ കുറെ നാൾ തേച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് അവന്മാരുടെ മാർക്ക്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, അപ്പൊ കോൾഗേറ്റ് നമ്മുടെ ഒരു ഉമിക്കരി പോലത്തെ പൊടി ഇറക്കുന്നു, അപ്പൊ ഇത് ഇന്ത്യൻ കമ്പനിയാണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അല്ല, ഇവരുടെ കമ്പനി അങ്ങനല്ല. ഹിന്ദുസ്ഥാൻ ഉം. 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 ലിവർ അങ്ങനെയൊക്കെയുള്ളതാണ് ഇവർക്ക്. പേര് കേട്ടാലും ഇന്ത്യ ആണെന്ന് തോന്നുന്നു. ഉം. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ലെക്സ്, കാരണം നമ്മുടെ നടിമാരുടെ ഒക്കെ പടമാണ് അത് കൂടുതൽ വെക്കുന്നത്. എല്ലാവരുടെയും പേര് ഇന്ത്യൻ സാധനമാണ്. ലെക്സ് അല്ല, ഉം. അത് ഉം. ഉം. അവരുടെയാണ്. ഈ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ തന്നെയാണ്. ഹിന്ദുസ്ഥാൻ ലിവറിന് ഒരുപാട് ഉം. പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ഫെറ ലവ്ലി എന്നൊക്കെ പറഞ്ഞ ക്രീമുകൾ ഒരുപാടുണ്ട് അവർക്ക്. മാർക്കറ്റ് തപ്പാന്നാണ്. പക്ഷെ ഇപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഹിമാലയ എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഇപ്പൊ വലിയ രീതിയിൽ കയറി വന്നു ഈ ഒരു മേഖലയിൽ തന്നെ. ഈ കോസ്മെറ്റിക് രംഗം തന്നെ അല്ല, കുട്ടികളുടെ രംഗത്തൊക്കെ തന്നെ അവിടൊക്കെ ആയിരുന്നു നമുക്ക് ഒന്നും ഇല്ലാതിരുന്നത്, അവിടൊക്കെ വന്നു. ഉം. പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് കമ്പനികൾ, ഒരുപാട് ടൂത്ത് പേസ്റ്റ് കമ്പനികളുണ്ട്. ഇനിയിപ്പോ വരാൻ കിടക്കുന്നു. എന്താ പറയുന്നത്, പരസ്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, നമുക്ക് ഇനി ഉം. അറിയാൻ കഴിയും. ഏതായാലും നമ്മുടെ ജനങ്ങൾക്കും കൂടെ കുറച്ച് ഗുണമായി. കാരണം ഈ വമ്പൻ കമ്പനിയൊക്കെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ വിലക്കുറവ് നടത്തും, GST-യുടെ ഉം. കുറവ്. കാരണം ഈ സ്വദേശി കയറി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വില താത്ത് പിടിച്ചേ നിൽക്കാൻ പറ്റും. എവിടെയെങ്കിലും ഒന്നും വേണ്ടേ ഉം. ഉം. മാർക്കറ്റിങ്ങിൽ നിൽക്കാൻ? എല്ലാവരും ഇപ്പൊ അതെ. സ്വദേശി ബ്രാൻഡ് എടുക്കും. ഞാൻ പോയിട്ട് ഡാബറിന്റെ ടൂത്ത് പേസ്റ്റ് മതി എനിക്കെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തിരിക്കുന്ന കോൾഗേറ്റിന് 5 രൂപ കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ആൾക്കാരെ അറിയാമല്ലോ. കോൾഗേറ്റ് എന്നാ എടുക്കും. പിന്നെ കോൾഗേറ്റ് മതി. അപ്പൊ അവൻ 5 രൂപ കുറച്ചേ വിൽക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും ജനത്തിന് ഗുണം, ഏതായാലും നല്ല കാര്യം തന്നെ എന്ന് പറയേണ്ടി വരും.